മനോജ് പെട്ടെന്ന് മാറണേ പ്രശ്നം ഉണ്ടാക്കല്ലേ. രഞ്ജിത്ത് എന്റെ സൈഡിൽ and she is here for another thing also. ഒരു പടത്തിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഓടി വരുന്നതാണ്. നമ്മൾ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ക്വീൻ എലിസബത്ത് ഒരു സിനിമയെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മീര ജാസ്മിൻ ആൻഡ് നരൈൻ. പ്ലീസ് ഒരു വേദിയാവാൻ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. ഹലോ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ആദ്യം തന്നെ ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കൊരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഗുഡ്നസ് എന്താണ്? ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കെമിസ്ട്രി നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഓവർ ദ ഇയേഴ്സ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് സ്ട്രോങ്ങർ ആയിട്ടേ ഉള്ളൂ. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഫ്രണ്ട്ഷിപ്പിന്റെ അപ്പുറത്തേക്ക് ആണെങ്കിൽ കൂടി രണ്ടുപേരുടെ അച്ഛൻ്റെ ഒരു മാറ്റവും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ കുട്ടിക്കുന്നത് പോലെ. ഓക്കെ, അപ്പൊ എന്തായാലും ക്വീൻ എലിസബത്തിനെ കുറിച്ച് ശരിക്കും അച്ഛൻ്റെ അമ്മയൊക്കെ ഇഷ്ടപ്പെട്ട ഓഡിയൻസ്, അവർക്ക് അതിൻ്റെയൊക്കെ ട്രേസസ് ഉള്ളൊരു സിനിമയാണ് ക്വീൻ എലിസബത്ത്. സ്റ്റോറിയും ക്യാരക്ടേഴ്സും ടോട്ടലി ഡിഫറെൻ്റ് ആണെങ്കിലും വളരെ ബോൾഡ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായ ക്വീൻ എലിസബത്ത് ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളും, എലിസബത്തിനെ ആഗ്രഹിക്കുന്ന നിഷ്കളങ്കനായ ഒരു അലക്സിന് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെയാണ് സിനിമ. ഇറ്റ്സ് എ ഫീൽ ഗുഡ്, ഇറ്റ്സ് എ റോം കോം, വെരി ഇമോഷണൽ, എല്ലാം ഒരു ഫൺ ഫിലിമാണ് ആക്ച്വലി. ക്രിസ്മസ് ന്യൂ ഇയറിന് പെർഫെക്റ്റ് ആയിട്ടൊരു ഫാമിലി ഓഡിയൻസ്. And of course, the Queen is back. Yes, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ക്വീൻ എലിസബത്ത് നരേൻ പറഞ്ഞ അച്ഛൻ അവരുടെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ വളരെ ഫൺ തമാശകളും ചെറിയ നല്ല മൊമെന്റ്സും ഒക്കെ നിറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോ നിങ്ങൾ എല്ലാവരും ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യും. ഡിസംബർ 29 റിലീസാണ്. ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിച്ചുപൊളി പടം ക്വീൻ എലിസബത്ത്. ഒരുപാട് പാർട്ടികൾ വളരെ എക്സൈറ്റഡ് ആണ് ബിക്കോസ് ശ്രേയാൻ ഘോഷൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ സിംഗറാണ്. സോ പാട്ട് കേൾക്കാൻ വളരെ എക്സൈറ്റഡ്. ആൻഡ് ഐ തിങ്ക് നരേൻ്റെ they love of course നമ്മുടെ one of the best singers we have seen. So the family is also വരുന്നുണ്ട്. So great fans. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു സിനിമയിൽ മാത്രമേ ലൈക്ക് ഇൻവോൾവ് ചെയ്തു. ആ വീരപുത്രം എന്ന് പറയുന്ന സിനിമയിലാണ് കണ്ണൂർ എന്ന് പറഞ്ഞത്. അതിന് ശ്രീവാണ് കേരള സ്റ്റേറ്റ് അവാർഡ്. വെരി എക്സൈറ്റഡ്. താങ്ക്സ്. Thank you so much. Okay, thank you. Online media stuff. Anyone have any questions? Okay.